അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഒരു ദിവസത്തിൽ വളരെ പ്രധാനമേറിയ സമയമാണ് രാത്രി സമയമെന്നുള്ളത്. അത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്, അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെയല്ല അനുഗ്രഹം എന്നുള്ളത്. ഒരാൾ ഏത് രീതിയിലാണോ അതിനെ ഉപയോഗിക്കുക അത് നോക്കിയിട്ടായിരിക്കാം അദ്ദേഹത്തിനിക്ക് അത് അനുഗ്രഹമാണോ അല്ല അത് അദാബാണോ ശിക്ഷയാണോ എന്ന് കരുതൽ. അപ്പോൾ അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്ത് തന്നെയാണ് അതേ ഒരു ദിവസം അല്പസമയം പകലെന്നുള്ളതും അല്പസമയം രാത്രി എന്നുള്ളത്. അപ്പോൾ ഈ രാത്രി സമയത്ത് മനുഷ്യന്മാർ ഏത് രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് മഹാന്മാർ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇദാ കാനൽ ലൈലു കാനന്നാസു മിൻഹു അലാ സലാസി മനാസിലി. രാത്രിയായാൽ മനുഷ്യന്മാരെല്ലാം 3 രീതിയിലാണ് ഉണ്ടാവുക. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈ 3-ൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും അവർ അതിനെ ഉപയോഗിക്കുക. എന്നിട്ട് പറയുന്നു മൻഹും മല്ലഹു വലാ അലൈഹി. ഒരുത്തന് എന്ന് പറഞ്ഞാൽ മൻലഹു വലാ അലൈഹി, അവനിക്ക് രാത്രി വലിയ ഉപകാരമാണ്. വലാ അലൈഹി, അവനിക്ക് ആ രാത്രി നഷ്ടമല്ല, വലിയ ഉപകാരമാണ്. അതിൽ ചില ആൾക്കാർ വ മിൻഹും മൻ അലൈഹി വലാ ലഹു, അവനിക്ക് ആ രാത്രി വലിയ നഷ്ടമാണ്, അതുകൊണ്ടൊരു ഉപകാരമുണ്ടാവുകയില്ല അവൻ്റെ മേൽ, അവനിക്കത് ഉപകാരമല്ല, വലിയ നഷ്ടമാണ്. വലാ ലഹു. അതേ സമയത്ത് മറ്റൊരു കൂട്ടരെ മൻ ലാ അലൈഹി വലാ ലഹു, അവനിക്ക് ഉപകാരവുമില്ല അതുകൊണ്ട് നഷ്ടവുമില്ല. അങ്ങനെ ഈ രാത്രി ഉപയോഗിക്കുന്നവരുണ്ട്. അതിൽ ഒന്നാമത്തത് നാം പറഞ്ഞ് ചില ആൾക്കാർ ആ രാത്രി അവർക്കത് വലിയ ഉപകാരമാണ്, അവർക്കത് നഷ്ടമല്ല. ആരാണത്? മഹാന്മാർ പറയുന്നു ഫറജുലുൻ അഗ്തനമ ഗഫലത്തൻ നാസി വദുൽമത്തൽ ലൈലി ഫതവല്ലാ വസല്ല. രാത്രി എന്ന് പറയുന്നത് മഹാന്മാർ പറഞ്ഞ വാക്ക് വളരെ ഗൗരവത്തോടു കൂടെ ഇന്നത്തെ കാലഘട്ടത്ത് വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കുന്ന വിഷയം. ഇഗ്തനമ ഗഫലത്തൻ നാസ്, രാത്രി സമയം എന്ന് പറയുന്നത് മനുഷ്യന്മാരൊക്കെ അശ്രദ്ധയോടുകൂടെ ഗഫലത്തോടുകൂടെ അതിനെ സമയങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യൻ അതിനെ വളരെ ഗൗരവത്തോടുകൂടെ ആ രാത്രിയുടെ സമയങ്ങൾ അവൻ ഉപയോഗിച്ചു. എങ്ങനെ? റബ്ബിന് ഇബാദത്തെടുക്കലോടുകൂടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യലോടുകൂടെ മനുഷ്യന്മാർ ഒന്നിരിക്കലോ അശ്രദ്ധയോടുകൂടെ സമയങ്ങൾ ഇങ്ങനെ സ്വറ പറഞ്ഞു അല്ലെങ്കിൽ മറ്റുള്ള അനാവശ്യമായോ രാത്രി സമയങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ അവൻ ഒരിക്കലും ആ സമയം നഷ്ടപ്പെടുത്തിയില്ല. വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. രാത്രിയുടെ സമയം നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയോ എത്തും, അത്രമാത്രം അതുകൊണ്ട് നമ്മൾ വിജയിക്കും. അതേ സമയത്ത് രാത്രിയുടെ സമയം വെറുതെ വേസ്റ്റായി വെറുതെ ഒരു നിരക്ക് പോലും നാം അതിന് ചെലവ് ചെയ്യാതിരിക്കുമ്പോൾ അത് നമുക്ക് വലിയ നഷ്ടമാവുകയാണ്. ഇതാണ് മഹാന്മാർ പറഞ്ഞത്. അത് രണ്ടാമത്തവരാണ്, അവനിക്ക് ആ രാത്രി നഷ്ടമാണ്, അവനിക്കത് ഉപകാരമായില്ല. അതാണ് ഇത്. രണ്ടാമത്തവനാണ് രാത്രി വരുമ്പോഴേക്ക് അവൻ അതിനെ ഉപയോഗിച്ചത് മഅസിയത്ത് ചെയ്യാൻ വേണ്ടിയാണ്, തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയാണ്. രാത്രിയാകുമ്പോൾ തെറ്റുകൾ ചെയ്യാൻ ഒന്നും കൂടി അവസരമാണല്ലോ എന്ന് കരുതി അതിൻ്റെ പിന്നാലെ അവൻ ഓടുകയാണ്. ആദ്യത്തെ മനുഷ്യൻ ആ രാത്രിയെ നല്ല റൂട്ടിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവനിക്ക് ആ രാത്രി ഉപകരിക്കപ്പെടുകയും അതേ സമയത്ത് രണ്ടാമത്തെ ആള് അതിന് നേരെ വിപരീതമായി അതേ അല്ലാഹുവിനെ മഅസിയത്ത് ചെയ്യുന്നതിൽ, അല്ലാഹുവിനിക്ക് തെറ്റ് ചെയ്യുന്നതിൽ ഒന്നും കൂടി നല്ല അവസരമാണല്ലോ എന്ന് കരുതി രാത്രിയെ അവൻ ഉപയോഗിക്കുമ്പോൾ അതവന് വലിയ കേടാവുകയാണ്. അതുകൊണ്ട് ഒരു ഉപകാരം രാത്രി കൊണ്ട് അവനിക്കൊരു ഉപകാരം കിട്ടുകയില്ല. മൂന്നാമത്തവരാണ് അദ്ദേഹം സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിനിക്ക് ഉപകാരവുമില്ല അദ്ദേഹത്തിനിക്ക് നഷ്ടവുമില്ല. അതാരാണ്? ചെന്നാമ അസ്ബഹ. ഒരു മനുഷ്യൻ രാത്രിയായാൽ അദ്ദേഹത്തിനിക്ക് ഒരു വിഷയവുമില്ല, അയാൾ പോയി കിടന്നുറങ്ങും. അദ്ദേഹത്തിനിക്ക് നഷ്ടമില്ലെങ്കിലും ഒരു ഉപകാരം ആ രാത്രി കൊണ്ട് അദ്ദേഹം
ഉപകരിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ എന്ന് കരുതി അതിൻ്റെ പിന്നാലെ അദ്ദേഹം പോയില്ല. ഇത് വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്, ഇതിൽപ്പെട്ട അവസാനം പറഞ്ഞ രണ്ടാൾക്കാരെ കൂടെ ഒരിക്കലും നമ്മളായിപ്പോകരുത്. നിലക്കു പോലും നമ്മൾ ദോഷം ചെയ്യുന്ന, മഅസിയത്ത് ചെയ്യുന്ന രാത്രിയുടെ സമയങ്ങൾ അല്ലാഹുവിലേക്ക് തെറ്റ് ചെയ്യുന്നവരിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകരുത്. അതേ സമയത്ത് അവസാനം പറഞ്ഞവരെ കൂട്ടരിലും വെറുതെ രാത്രിയുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, കേവലം കിടന്നുറങ്ങി മാത്രം നഷ്ടപ്പെടുത്തുന്നവരും ആകരുത്. രാത്രിയുടെ സമയം ഒരു ചെറിയ സമയമെങ്കിലും റബ്ബിന് വേണ്ടി നാം ഇബാദത്തെടുക്കാനോ അല്ല നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നവരാകണം. അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാന്മാരെ പറഞ്ഞതുപോലെ മനുഷ്യന്മാരല്ല എന്ന് പറയുമ്പോൾ അതിൽ നമ്മളും പെടുമല്ലോ. ഈ മൂന്നാൽ ഒരു കൂട്ടരായിരിക്കും നമ്മൾ. അതേ, അതിൽ ഏതിലാണ് നമ്മളുള്ളത്? ഒന്നാമത്തെ ആള് പറഞ്ഞ ആ കൂട്ടരിലോ, ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞ അതിലാണോ, അല്ലെങ്കിൽ രണ്ടാമത്തതിലാണോ, മൂന്നാമത്തിലാണോ എന്ന് നാം ചിന്തിക്കുക. നാം നമ്മളെ തന്നെ നന്നാക്കാൻ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ സമയങ്ങൾ അവൻ്റെ വിരുദ്ധത്തിലായി ഉപയോഗിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.